ഗുഡ് ഈവനിങ്. അപ്പോ നമ്മള് KMML റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അതുപോലെ KPSRB റിലേറ്റ് ചെയ്തുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നല്ലേ KPSRB എന്താണെന്നും അതേപോലെ KPSRB മാർച്ചിൽ എന്താ നോട്ടിഫിക്കേഷൻസ് ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. KPSRB മാർച്ചിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ചെയ്യാഞ്ഞ്. അപ്പൊ നമ്മളിപ്പോ ഇന്നാ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഒരു KPSRBയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് SIFLന്റെ കാര്യം അതേപോലെ KMMLന്റെ കാര്യം അല്ലെ. അപ്പോ SIFLും KMMLും അത്യാവശ്യം പോസ്റ്റുകൾ ഒഴിവുണ്ടെന്നും അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതിലെന്താ KMMLന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. KML 4 വർഷമായി നിയമനമില്ലാത്ത സാങ്കേതിക തസ്തികകൾ റിക്രൂട്ട്മെന്റ് നടപടി തുടങ്ങിയതേ ബോർഡ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ കുറച്ചധികം വേക്കൻസി 2020-2021 വർഷങ്ങളിൽ എന്താ കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് KMML ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിനുശേഷമാണ് അത് KPSRB എന്ന് പറയുന്ന ഒരു ബോർഡ് വന്നത്. അതുകൊണ്ട് അവർക്ക് അത് ഇൻഡിവിജ്വൽ ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവരെന്താ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ KPSRB വന്നതിന് ശേഷം അത് അവർക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ എന്താ ആ ഒരു നോട്ടിഫിക്കേഷൻസ് പ്രകാരം കുറെ അപ്ലിക്കേഷൻസ് ഉണ്ടായതല്ലേ. അപ്പൊ ആ അപ്ലിക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ് റിജക്ട് ചെയ്തിട്ട് KPSRB വന്നുകൊണ്ട് പുതിയതായിട്ട് എന്താ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഇറക്കിയിട്ട് പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. അതല്ലാന്നുണ്ടെങ്കിൽ പഴയ നോട്ടിഫിക്കേഷൻസ് പ്രകാരം പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടാവല്ലോ. ആ ഒരു ആപ്ലിക്കേഷന് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്താ ബാക്കിയുള്ള നിയമനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ള രീതി. അപ്പൊ രണ്ടാമത് പറഞ്ഞ രീതിയിലാണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത്. അതായത് ഏകദേശം 2020-2021 വർഷങ്ങളിലേക്ക് ഏകദേശം 189 ഒഴിവുകളിലേക്ക് കുറച്ച് അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു KMML അല്ലെ. അപ്പോ അതിന്റെയൊക്കെ അന്ന് ഏകദേശം 4000-ഓളം അപേക്ഷകളാണ് ബോർഡിന് അപേക്ഷകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ അപേക്ഷകളുടെ പരിശോധന ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അതായത് 2020 ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്ക് 61 ഒഴിവിലേക്കും 2021 ഫെബ്രുവരിയിൽ 98 ഒഴിവിലേക്കുമായി വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കൽ, എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ ഒക്കെയാണ്. അതായത് എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കൽ, എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ, ജൂനിയർ ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ, ടേണർ, ബ്ലാക്ക് സ്മിത്ത്, പ്ലംബർ, ഇൻസ്ട്രുമെന്റേഷൻ ഇങ്ങനെയൊക്കെ അത്രയും വേക്കൻസി ഉണ്ടായിരുന്നു അല്ലെ. എക്സിക്യൂട്ടീവ് ട്രെയിനി ഇൻസ്ട്രുമെന്റേഷൻ പേഴ്സണൽ ഓഫീസർ. അപ്പൊ ഇതാണ് 98 ഒഴിവുകളിലേക്ക് പറഞ്ഞേക്കുന്നത്. പിന്നെ എന്താ 61 ഒഴിവുകളിലേക്ക്. അപ്പോ ഇത്രയും ഒഴിവുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 4000-ഓളം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോ അത്രയും ഉദ്യോഗാർത്ഥികൾ ഇനി എന്താണ് ഇനി നോട്ടിഫിക്കേഷൻ വീണ്ടും ഇറക്കും അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ സ്ക്രൂട്ടിനി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എത്രയും പെട്ടെന്ന് അതിന് എക്സാം ഡേറ്റും ഒക്കെ ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് മെയിലിൽ നിങ്ങൾ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും. അപ്പൊ അതിനുശേഷം എന്താ ആ ഒരു സ്ക്രൂട്ടിനി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ അവർ എക്സാം കണ്ടക്ട് ചെയ്തിട്ടും എക്സാം കണ്ടിട്ട് എന്താ അതേപോലെ സ്കിൽ ടെസ്റ്റ് ഉണ്ടെങ്കിൽ സ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. എന്നിട്ട് എന്താ ഇന്റർവ്യൂ കൂടി കണ്ടക്ട് ചെയ്തിട്ട് എന്താ പെട്ടെന്ന് തന്നെ അതിന്റെ റിക്രൂട്ട്മെന്റ് എന്താ അവസാനിപ്പിക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇത് കൂടാണ്ട് KML കൂടാണ്ട് വേറെയും കുറെ തസ്തികകളുണ്ട്. അത് കുറെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അപ്പോ അതിലേക്കൊക്കെ എന്താ വീണ്ടും അവര് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പോ നമ്മൾ ഈ ഒരു KMLന്റെ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏകദേശം 4000-ഓളം അപേക്ഷകർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോ അതിനുശേഷം അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും ആർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിന്റെ ഒരു അപ്ഡേറ്റ്സ് കിട്ടുന്നത് അല്ലെ. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്. അതായത് മുന്നത്തെ ആ ഒരു വർഷം 2020-2021 നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് എന്താ ഇപ്പോഴും അതിന്റെ സ്ക്രൂട്ടിനി കണ്ടക്ട് ചെയ്തിട്ട് അവർക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആണ്. സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇവിടെ കിട്ടിയ ഒരു അപ്ഡേറ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്കിവിടെ പറയാനുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.